ഹലോ ഗൈസ്, നമ്മളിവിടെ ഉള്ളത് ഒരു കാട്ടിലാണ്. യക്ഷികൾ വാഴുന്ന, കുരങ്ങുകൾ വാഴുന്ന, സിംഹങ്ങളും പുലികളും വാഴുന്ന ആ കൊടുങ്കാട്ടിൽ. ഇതാണ് ആ കൊടുങ്കാട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ആ മഠം. ഈ മഠത്തിലേക്ക് പല പല വന്യമൃഗങ്ങളും വരാറുണ്ട് എന്ന് നമുക്ക് പറഞ്ഞ് കേൾക്കാം. അവിടേക്ക് നാം ഒന്ന് ചെറിയൊരു ഇൻ്റർവ്യൂവിന് വന്നതാണ്. ഇത് ആ ഭാഗത്തുള്ളൊരു കുട്ടിയാണ്. എന്താ കുട്ടിയുടെ പേരെന്ത്? വിശാൽ. വിശാലമായ മനസ്കനായ വിശാൽ. അപ്പോൾ ഞാൻ പോകുന്നത് ഇതാ, ഇവിടെ ഒരു വഴിയുണ്ട്, ഇതിലേ പോയിട്ടിതാ, അത് ആ കാണുന്നതാണ് കക്കിരിത്തോട്ടം. അവിടുന്ന് കക്കിരിക്ക പറിക്കാൻ വേണ്ടി പോവുകയാണ് ഗെയ്സ്. കക്കിരിക്ക പറിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കര മുറിച്ചിട്ട് കറുന്ന് തിന്നാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് കഥ. അപ്പോൾ ഞാൻ വിശാലും ഇങ്ങനെ പോവുകയാണ് ഗെയ്സ് കാട്ടിലൂടെ. കുരങ്ങനെ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു, നമ്മളെ കാണുമ്പോൾ ഓടി. അപ്പോൾ ഒരു ധൈര്യത്തിന് വിശാലിനെ കൂട്ടിയതാണ്. വിശാൽ ഈ കാട്ടിൽ വസിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് വിശാലിന് എല്ലാ ഇതും അറിയാം. അതുകൊണ്ട് വിശാലിൻ്റെ കൂടെ ഞാൻ വന്ന് പോവുകയാണ് ഗെയ്സ്. വിശാലിത വളരെ ഭംഗിയായി കയറുന്നുണ്ട്. ഞാൻ എങ്ങനെ കയറുമെന്ന് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് ഗെയ്സ്. അപ്പോൾ ഞാൻ കയറാൻ പോവുകയാണ് ഗെയ്സ്, കയറാൻ പോവുകയാണ്. പാമ്പുണ്ടാവുമെന്ന് പേടി. പാമ്പുണ്ടാവല്ലോ. അപ്പം അങ്ങനെയാണ് ഗെയ്സ്. വിശാൽ കയറുകയാണ് ഗെയ്സ്. ഞാൻ കയറാൻ പോവുകയാണ്. എങ്ങനെയാണ് കയറുന്നത് എന്ന് ഞാൻ വിചാരിച്ചു കൊണ്ട് ബേജാറായി ആകെ സീനിലാണ് ഗെയ്സ്.